ിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. എന്ത് സ്പീഡിൽ അയാൾ ബൈക്ക് ഓടിക്കുന്നത്. അതെ അതെ, ഞാൻ പേടിച്ചു പോയി. ഇങ്ങനെ ഓടിച്ച അപകടം വരില്ലേ? പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പോരാത്തതിന് അയാൾ ഹെൽമെറ്റ് പോലും വെച്ചിട്ടില്ല. നമ്മളേതായാലും ഈ റോഡിന്റെ സൈഡിലായത് നന്നായി, അല്ലെങ്കിൽ അയാൾ നമ്മളെയും കൂടി ഇടിച്ച് തെറിപ്പിച്ചാനെ. അയ്യോ, ഇത് നമ്മുടെ തെക്കേപ്പറമ്പിലെ ടോണിയല്ലേ? പറഞ്ഞ നാവെടുത്തില്ല. അതിനു മുമ്പ് ആക്സിഡന്റ് നടന്നു. എന്റെ കർത്താവേ, എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ടോണി എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള വഴി നോക്കണം. അതെ അതെ, പാവം ടോണി. എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. പേടിച്ചിട്ട് കാര്യമില്ല കൂട്ടുകാരെ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, ഞങ്ങളുടെ കൂട്ടുകാരൻ ഒരു അപകടം പറ്റി. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. ടോണി, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആരെങ്കിലും ഇപ്പൊ വരും. ഉടനെ നിന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള വഴി ഉണ്ടാക്കാം. ഒരു കാറ് വരുന്നുണ്ട്. ഞാനൊന്ന് കൈ കാണിച്ചു നോക്കാം. ഒന്ന് നിർത്തണേ, ഞങ്ങളുടെ കൂട്ടുകാരന് ഒരു അപകടം പറ്റി. ആശുപത്രി കൊണ്ടുപോവാനാ. വല്ലാത്തൊരു ലോകം തന്നെ. ഇങ്ങനെ മനസാക്ഷിയില്ലാത്ത ആൾക്കാരുണ്ടോ? എന്താ എന്താ മകളെ, എന്താ പറ്റിയത്?
സാറേ, ഒരു ബൈക്ക് ഓവർ സ്പീഡിൽ വന്ന് ഇടിച്ചിട്ട് പോയതാ. ഞങ്ങളുടെ കൂട്ടുകാരനായവൻ, പേര് ടോണി. നിങ്ങൾ ഭയപ്പെടാതിരിക്കെ, ടോണിയെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. നിങ്ങൾ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറ്റൂ. ആട്ടെ, ഇടിച്ചിട്ട് പോയ വണ്ടിയുടെ നമ്പർ നിങ്ങൾ കണ്ടോ? ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല സാർ, പക്ഷെ ആളെ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാകും. ഒടുക്കത്തെ സ്പീഡായിരുന്നു സാറേ വണ്ടിക്ക്. അയാള് ലക്കും ലകാരം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് രസിക്കുകയായിരുന്നു. അവനെ ഞങ്ങൾ പൊക്കിക്കോളാം. മക്കൾ ഇനി ആ വണ്ടി എങ്ങാനും കണ്ടാൽ നമ്പർ നോട്ട് ചെയ്യണം. അത് ഞങ്ങൾ ഏറ്റു. ആ കാര്യത്തിൽ പേടിക്കണ്ട, ഞങ്ങൾ ഇതാ പോകുകയായി. ഈ ടോണിയുടെ വീട് എവിടെയാ? ഇവിടുന്ന് 1 കിലോമീറ്റർ പോകണം. തെക്കേ പറമ്പിൽ എന്നാ വീട്ടുപേര്. അവനമ്മ മാത്രമേ ഉള്ളൂ. മക്കൾ സമാധാനായിട്ടിരിക്കെ, അവന്റെ അമ്മയെ ഞങ്ങൾ വിവരം അറിയിച്ചോളാം. എന്നാലും ഞാൻ ഇതെങ്ങനെ സഹിക്കും എന്റെ കർത്താവേ? എന്റെ കുഞ്ഞിന്റെ കിടപ്പ് കാണുമ്പോ എന്റെ ചങ്ക് കലങ്ങി പോവുക. അമ്മച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് കരയാതെ. എന്റെ പൊന്നമ്മച്ചി, കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ നിന്നെ താഴത്തും തലയിലും വെക്കാതെയാ വളർത്തണേ. എന്നാലും അവൻ എന്ത് ദുഷ്ടനാ! എന്റെ കുഞ്ഞിനെ ഇടിച്ച് തെറിപ്പിച്ച് തിരിഞ്ഞു നോക്കാതെ പോയില്ലേ. നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടാതെ. ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ മകന് വലിയ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. കാലിന് ചെറിയൊരു പൊട്ടലുണ്ട്. അത് മാറാനാ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് ഭേദമായിക്കോളും. എനിക്കെന്റെ മകനല്ലാതെ വേറെ ആരുമില്ല. അതാ ഡോക്ടറെ. എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാകും. ആരുമില്ലാത്തവർക്ക് കർത്താവ് ഉണ്ടാകും തുണയായിട്ട്. അതുകൊണ്ട് സങ്കടങ്ങളൊന്നും വേണ്ട. സോറി, ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായി. അതൊന്നും സാരമില്ല മക്കളെ. ഇപ്പൊ എങ്ങനുണ്ടമ്മച്ചി? ഡോക്ടർ എന്താ പറഞ്ഞത്? പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞ്. കാലിന് ചെറിയ ഒരു പൊട്ടലുണ്ട്, അത്രേ ഉള്ളൂ. എന്തോ ഭാഗ്യം കൊണ്ടാ എന്റെ മകന് വലിയ ആപത്തൊന്നും വരാതിരുന്നത്. എന്തായാലും നിങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് നന്നായി. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ കിടന്നു പോകുമായിരുന്നു. എല്ലാം കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് കരുതിയാ മതി. എന്തായാലും നിനക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് മക്കളെ. പോലീസുകാരാ കുരുത്തങ്കട്ട ചെക്കനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമെന്നാ പറഞ്ഞേ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണമെന്ന്. അതെ അതെ, അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അവൻ ഇതുപോലെ വീണ്ടും അപകടം ഉണ്ടാക്കും. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ മക്കളെ? സമയം ഉച്ചയായില്ലേ? ഇല്ല മച്ചി, വീട്ടിൽ ചെന്നിട്ട് വേണം കഴിക്കാൻ. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, വീട്ടിൽ നിന്ന് നല്ല നാടൻ കോഴിക്കറി വെക്കുന്ന അമ്മ പറയുന്ന കേട്ടു. നമുക്ക് പോയാലോ കൂട്ടുകാരെ? ഹോ, തീറ്റേന്റെ കാര്യം നിനക്ക് മനസ്സിലേക്ക് കേറിയാൽ ബാക്കിയെല്ലാം നീ മറക്കുമല്ലോ. എന്നാ മക്കള് പൊയ്ക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടേൽ ഞാൻ അറിയിക്കാം. ആയിക്കോട്ടെ അമ്മച്ചി, എന്നാ ഞങ്ങൾ പിന്നെ വരാം. പോയിക്കോട്ടെ ടോണി. ആ പൊയ്ക്കോ, പിന്നെ വന്നാ മതി. നിങ്ങൾ വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇയാൾക്കിത് ഇനിയും അവസാനിപ്പിക്കാനായില്ലേ? അഹങ്കാരം അല്ലാതെ എന്താ പറയാ? ഏതായാലും നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അയാൾ ഇനി വരികയാണെങ്കിൽ നമുക്ക് ആ വണ്ടിയുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാം. ആ അതെ അതെ, അവന്റെ അഹങ്കാരം ഇന്നത്തോടെ നമുക്ക് നിർത്തണം. എന്താടാ എല്ലാരും കണ്ണും വിളിച്ച് നോക്കുന്നത്? സംശയിക്കണ്ട, ഇത് ഞാൻ തന്നെയാ, നിങ്ങൾ അന്വേഷിക്കുന്ന ആള്. എന്തായാലും ഭാഗ്യത്തിന് ആ ചെക്കന്റെ കാല് ചെറുതായിട്ടൊന്നും ഒടിഞ്ഞതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. മനുഷ്യൻ വണ്ടി ആയിട്ട് വരുമ്പോ റോഡിന്റെ നടുക്ക് കയറി നിന്നാ ഞാൻ എന്ത് ചെയ്യാനാ? ഹേ, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിർത്താതെ പോയില്ലേ? അത് മര്യാദക്കേടല്ലേ? അല്ലെങ്കിൽ ഇത്രയും സ്പീഡിൽ എന്തിനാ വണ്ടി ഓടിക്കുന്നത്? അതുകൊണ്ടല്ലേ അപകടമുണ്ടായത്. ദേ പിള്ളേരെ, കൂടുതൽ സംഭവമാക്കാനൊന്നും നിക്കണ്ട. സ്പീഡ് എനിക്കൊരു ലഹരിയാ. എന്റെ വണ്ടി, അത് ഞാൻ എന്റെ സൗകര്യം പോലെ ഓടിക്കും. താൻ എങ്ങനെ ഓടിച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്തായാലും തന്റെ വണ്ടിയുടെ നമ്പർ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു കൊടുക്കും. ബാക്കി കാര്യം അവര് നോക്കിക്കോളൂ. ഓഹോ,
നീയാള് കൊള്ളാലോടാ ഉണ്ട പിണ്ണാക്കെ. ദേ എന്നെ എങ്ങാനും ഒറ്റ കൊടുക്കാൻ നിന്ന ഒറ്റ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിന്റെ മേലെ ഞാൻ വണ്ടി കയറ്റി കൊല്ലും. താൻ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ, അല്ലാതെ വെറുതെ ഒന്നും അല്ലല്ലോ. എന്തായാലും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും. അതിന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ നീയൊക്കെ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ? എല്ലാത്തിനെയും ഞാൻ വണ്ടി എടുപ്പിച്ച് കൊല്ലും. പറഞ്ഞില്ലാന്ന് വേണ്ട. അതെ, എന്റെ വണ്ടീന്റെ നമ്പറും എന്നെ നിങ്ങളങ്ങ് മറന്നേരെ. അതാ നിനക്ക് നല്ലത്. അതല്ല മറിച്ചെന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ശരിയാക്കും. നമ്മൾ ഇനി എന്ത് ചെയ്യും കൂട്ടുകാരെ? പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് അയാളെ പിടിപ്പിച്ചില്ലെങ്കിൽ അത് നമ്മൾ ടോണിയോട് ചെയ്യുന്ന നീതികേടാവില്ലേ? കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ നമ്മൾ അയാളുടെ നിരീക്ഷണത്തിലാ. നമ്മൾ അറിയാതെ അയാൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെ അതെ, അതുകൊണ്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നതും ശ്രദ്ധിച്ചു വേണം. നീ പറഞ്ഞതാ അതിന്റെ ശരി. തൽക്കാലം നമുക്കിപ്പോ പോവാം, എന്നിട്ട് നാളെ ആലോചിച്ചൊരു തീരുമാനത്തിലെത്താം. എനിക്കാണെ വിശന്നിട്ടും വയ്യ. എന്നെ എങ്ങാനും ഒറ്റ കൊടുക്കാൻ നിന്ന ഒറ്റ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിന്റെ മേലെ ഞാൻ വണ്ടി കയറ്റും. കൊന്നും കളയും ഞാൻ എല്ലാത്തിനെയും, കൊല്ലും ഞാൻ എല്ലാത്തിനെയും. കൊല്ലും ഞാൻ എല്ലാത്തിനെയും. നമ്മൾ ഇനി എന്താ ചെയ്യ കൂട്ടുകാരെ? നിങ്ങൾ കണ്ടതുപോലെ ഞാനും ഇന്നലെ സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റു. എനിക്കാണെങ്കിൽ അയാളുടെ മുഖം തന്നെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞങ്ങളുടെയും അവസ്ഥ അത് തന്നെയാ. ഉറപ്പായിട്ടും അയാൾ നമ്മളെ എന്തെങ്കിലും ചെയ്യുമോന്ന് എനിക്ക് പേടിയുണ്ട്. അയാളുടെ ലക്ഷണം കണ്ടിട്ട് പറഞ്ഞത് ചെയ്യുന്ന പോലത്തെ കൂട്ടത്തിലാന്നാ തോന്നുന്നേ. നമുക്കിപ്പോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ ആകെ കുഴപ്പാകും. എനിക്കാണെങ്കിൽ ടോണീന്റെയും അവന്റെ അമ്മയുടെയും കാര്യം ഓർക്കുമ്പോൾ അതിലും വലിയ സങ്കട. ആ സങ്കടം നമുക്ക് എല്ലാവർക്കും ഇല്ലേ? ഇനി നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ മാലാഖമാർ തന്നെ വിചാരിക്കണം. അതെ അതെ, നമുക്ക് മിഖായേൽ മാലാഖയെ ഒന്ന് വിളിച്ചു നോക്കാം. ഞങ്ങളുടെ എല്ലാമെല്ലാമായ മാലാഖമാരെ, ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്നൊന്ന് കരകയറ്റണമേ. ഹായ് മിഖായേൽ മാലാഖ. ഹായ് കൂട്ടുകാരെ. എന്റെ പൊന്നു മിഖായേലേ, ഞങ്ങൾ ആകെ ധർമ്മസങ്കടത്തിലാ. വല്ലാത്തൊരു ഊരാക്കുടുക്കിലാണ് ഞങ്ങൾ പെട്ടിരിക്കുന്നത്. എനിക്കെല്ലാം അറിയാം, എല്ലാം ഞാൻ മനസ്സിലാക്കി. ആ പയ്യൻ നിങ്ങളെ എല്ലാരെയും കൊല്ലുമെന്നാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? അതെ മിഖായേൽ, പോലീസുകാരോട് പറഞ്ഞ് അവനെ പിടിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാലേ അവന്റെ അഹങ്കാരത്തിനൊരു ശമനം ഉണ്ടാവുള്ളൂ. നിങ്ങൾ പറഞ്ഞത് ശരിയാ. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, അത് ന്യായം തന്നെയാ. അത് തികച്ചും ദൈവികമായ നിയമം തന്നെയാണ്. മനുഷ്യരായ എല്ലാവർക്കും തന്നെ ചിലപ്പോൾ അറിയാതെ തന്നെ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. എന്നാൽ പറ്റിയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ച് അതിന് പരിഹാരം കാണുമ്പോഴേ ഒരാൾ ഉത്തമനായ വ്യക്തിയാവുകയുള്ളൂ. ഇതിപ്പം അറിയാതെ പറ്റിയ തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ മിഖായേലെ. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അയാൾക്കതിൽ യാതൊരു കുറ്റബോധവും ഇല്ല. അതുകൊണ്ടല്ലേ അയാൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയത്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ഇന്നൊരു ദിവസം കൂടി അങ്ങനെ പോകട്ടെ. നാളെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം, പോലീസ് സ്റ്റേഷനിൽ പോയി പറയണോ വേണ്ടയോ എന്ന്. അതിനുള്ള അവസരം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. മതി, അത് മതി. പിന്നെ ടോണിയുടെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഒരാഴ്ചക്കുള്ളിൽ അവൻ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയിക്കോളും. അയ്യോ, എനിക്ക് അനങ്ങാൻ വയ്യേ. കൈയും കാലും വേദനിക്കുന്നേ.
എന്റെ അമ്മേ, ഞാനിപ്പോ ചാവേ. എന്റെ ദൈവമേ, ഞാൻ മരിച്ചില്ലേ? എന്റെ കയ്യ്, എന്റെ കാല്, അയ്യോ ഒന്നിനൊരു കുഴപ്പമില്ലല്ലോ. എന്ത് വേദന ഞാൻ അനുഭവിച്ചത്. അപ്പോ ഞാൻ കണ്ട സ്വപ്നമായിരുന്നോ? സ്വപ്നത്തിലായിരുന്നാൽ എന്താ? ആ വേദനയുടെ ആഴം എത്രയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അഹങ്കാരം തലക്ക് പിടിച്ച് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചാലുണ്ടാകുന്ന ദുരന്തം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആരാണ് നിങ്ങൾ? നിങ്ങൾ ആരാ? ഞാനോ? ഞാൻ നിന്റെ മനസാക്ഷിയാണ്. നിന്നെ ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തണമെന്ന് തോന്നി. നിന്റെ അശ്രദ്ധ കാരണം അപകടത്തിൽപ്പെട്ട ഒരു പാവം പയ്യന്റെ കാര്യം നീ ഓർക്കുന്നുണ്ടോ? അവൻ അനുഭവിക്കുന്ന വേദന നീ അറിയുന്നുണ്ടോ? അവന്റെ അമ്മയുടെ കണ്ണീര് നീ കാണുന്നുണ്ടോ? എല്ലാം എനിക്ക് മനസ്സിലായി. എല്ലാം എന്റെ തെറ്റാ. അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും സംഭവിച്ചു പോയതാ. സ്വപ്നത്തിലാണെങ്കിലും നേർവഴി കാണിച്ചു തന്ന നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കർത്താവേ, നീ എന്നോട് പൊറുക്കണം. ചെയ്ത തെറ്റുകൾ ഓർത്ത് എന്റെ മനസ്സ് വിങ്ങി നീറുകയാണ്. പാപബോധം കൊണ്ട് ശിരസ് കുനിയുകയാണ്. ഇനി ഒരിക്കലും ഇത്തരം തെറ്റുകൾ ഞാൻ ആവർത്തിക്കില്ല. നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി പറയുക തന്നെ വേണം. അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ല. അതെ, അത് തന്നെ എന്റെയും തീരുമാനം. പക്ഷേ മിഖായിൽ എന്തിനായിരിക്കും നമ്മളോട് കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത്? അത് ചിലപ്പോ മിഖായിൽ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അല്ലാണ്ട് അങ്ങനെ പറയില്ലല്ലോ. എന്തായാലും തീരുമാനം നമ്മളോട് എടുത്തോളാനും പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്ക്, അവനല്ലേ അത്? അവനിത് എന്ത് ഭാവിച്ചാ ഇങ്ങോട്ട് വരുന്നേ? നിങ്ങൾ എല്ലാരും എന്നോട് പൊറുക്കണം. എല്ലാരോടും മാപ്പ് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. ആരാ? മനസ്സിലായില്ല. ഇയാളാണ് അമ്മച്ചി നമ്മുടെ ടോണിയെ വണ്ടി ഇടിപ്പിച്ചത്. അത് ശരി, നീയാണല്ലേ? നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അയ്യോ അമ്മച്ചി, ശപിക്കരുത്. എല്ലാം എന്റെ തെറ്റാ. അവിവേകം കാണിച്ച് എന്നോട് പൊറുക്കണം. ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് കർത്താവ് എല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നു. വെറുതെയല്ല മിഖായിൽ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആ സ്വപ്നം അയാളെ കാണിച്ചത് മിഖായിൽ ആയിരിക്കും. ആ ഒരൊറ്റ സ്വപ്നത്തിലൂടെ എനിക്കെല്ലാം മനസ്സിലായി. വേദന എന്താണ്, വിഷമങ്ങൾ എന്താണെന്നൊക്കെ. നിങ്ങളെല്ലാവരും ഈ വിവേകമില്ലാത്തവനോട് പൊറുക്കണം. ഇനി ഒരിക്കലും ഞാൻ അതുപോലെ ഡ്രൈവ് ചെയ്യില്ല. എനിക്കാകെയുള്ളത് ഒരു മകനാ. എന്റെ ജീവനും ജീവിതവും അവനാ. അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. ഇനിയെങ്കിലും നീ നല്ല മനുഷ്യനായി ജീവിക്കാൻ നോക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂട്ടുകാരെ, നിങ്ങളും എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്ഷമിക്കല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാൾ മനസ്സ് തുറന്ന് പശ്ചാത്തപിക്കുമ്പോൾ അത് കേട്ടില്ലെന്ന് നടിക്കാനും ആവില്ല. ടോണിയുടെ അമ്മച്ചി പറഞ്ഞതുപോലെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് നല്ല വ്യക്തിയായി ജീവിക്കാൻ നോക്കൂ. നന്ദിയുണ്ട് കൂട്ടുകാരെ, നന്ദിയുണ്ട് ഒത്തിരി. ഇനി ഒരിക്കലും ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും സന്മനസ്സോടെ കൂടെ നിൽക്കാൻ ഞാനുണ്ടാവും. എല്ലാ കാലത്തും. കർത്താവാണ് സത്യം.